കാലം തെറ്റിയെത്തിയ കാതലൻ. പ്രേമലു സംവിധായകൻ്റെ പുതിയ പടം ഒരു ശരാശരി ഫീൽ ഗുഡ് മൂവി. പതിവ് പോലെ പ്രണയവും ബ്രേക്കപ്പും പ്രതികാരവും നിറഞ്ഞ IT കഥ. നെസ്ലൻ എന്ന ന്യൂജൻ സൂപ്പർ സ്റ്റാർ ടൈപ്പാവുന്നോ എന്നൊരു ചോദ്യം ഇതിനുണ്ട്. പ്രേമലു എന്ന ബോക്സ് ഓഫീസ് സെൻസേഷന് ശേഷം ഗിരീഷ് MDയുടെ സംവിധാനത്തിൽ ന്യൂജൻ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണമുള്ള നെസ്ലൻ നായകനാകുന്ന പുതിയ ചിത്രമാണ് അയാം കാതലൻ. കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാണ്. പക്ഷേ കണ്ടപ്പോൾ കാലം തെറ്റിയെത്തിയ ചിത്രമായാണ് തോന്നിയത്. പ്രേമലുവിന് മുൻപ് ഗിരീഷ് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയത്. അത് ശരിക്കും ആരാധകരുടെ പ്രതീക്ഷകൾക്ക് വലിയ ബാധ്യതയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ 2 ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഗിരീഷ് MD അത്രയൊന്നും എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നില്ല. പക്ഷേ പ്രേമലു എന്ന 100 കോടി ക്ലബിൽ കയറിയ ചിത്രം ഡയറക്ടർക്കുമേലെ വമ്പൻ പ്രതീക്ഷകളുടെ ഭാരമാണ് കെട്ടിവെച്ചത്. അത് വെച്ച് തിയേറ്ററിൽ കയറിയാൽ നിരാശയായിരിക്കും ഫലം. ഒരു ശരാശരി ഫീൽ ഗുഡ് മൂവിയുടെ അപ്പുറത്തേക്ക് കാതലൻ നീങ്ങുന്നില്ല. പക്ഷേ ഒരിടത്തും ബോറടിപ്പിക്കുന്നുമില്ല. കണ്ടിരിക്കാം എന്ന് സാധാരണ പറയുന്ന അഭിപ്രായമില്ലേ, അതാണ് ഈ ചിത്രത്തിന് നന്നായി ചേരുക. വെറുതെ കണ്ടിരിക്കാം. ഗിരീഷ് ADയുടെ പതിവ് കഥകളുടെ എല്ലാ ചേരുവകളും ഈ ചിത്രത്തിനുമുണ്ട്. പ്രഡിക്റ്റബിലിറ്റിയാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം. ഗിരീഷ് ADയുടെ യൂണിവേഴ്സിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ ചിത്രത്തിലുമുണ്ട്. പതിവ് പോലെ എഞ്ചിനീയറിംഗ് IT കഥയാണ്. ഇവിടെയും പ്രണയവും ബ്രേക്കപ്പും അവഗണനയും പ്രതികാരവും അവിടേക്ക് ഹാക്കിങ്ങും അതുവഴി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയായി ഒരു ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ചിത്രം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. കഷ്ടിച്ച് 2 മണിക്കൂർ മാത്രമുള്ള ചിത്രം പലപ്പോഴും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എക്സ്റ്റൻഷൻ ആണോ എന്ന് തോന്നിപ്പോവും. ഹാക്കിംഗ് ഒഴിച്ചു നിർത്തിയാൽ പതിവ് കഥ തന്നെയാണ് ഇതും. BTech പഠിച്ച് അനവധി സപ്ലികളുമായി നിൽക്കുന്ന ആളാണ് നെസ്ലൻ്റെ നായക കഥാപാത്രം വിഷ്ണു. ഈ നെക്സ്റ്റ് ഡോർ പയ്യൻ എന്ന ഇമേജിൻ നെസ്ലൻ അബ്ദുൽ ഗഫൂർ എന്ന മലയാളം സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച യുവനായകന് ബാധ്യതയാവുകയാണ്. വീട്ടുകാർക്കും ഗേൾഫ്രണ്ടിനുമൊക്കെ ഒരു ഉഴപ്പൻ എന്ന ഇമേജുള്ള വ്യക്തിയാണ് വിഷ്ണു. പതിവ് തെറ്റിക്കാതെ ഈ പടത്തിലും അയാൾ കാമുകിയിൽ നിന്നും ബ്രേക്കപ്പ് ആവുന്നുണ്ട്. പക്ഷേ കോളേജിലെ സുഹൃത്തുക്കൾക്കിടയിൽ ഹാക്കർ എന്ന ഇമേജുള്ള വിഷ്ണു ആ രീതിയിൽ കഴിവുള്ള ആളാണ്. ജീവിതം ആകെ പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിൽ അയാൾ ചെയ്യുന്ന ഒരു കടും വെട്ടാണ് ചിത്രത്തിൻ്റെ കേന്ദ്ര പ്രമേയം. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കഥയുടെ ദുർബലത തന്നെയാണ്. അവസാനം ഇത് ഇങ്ങനെയാവും എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. ഗിരീഷ് AD ചിത്രങ്ങളിൽ സ്വാഭാവികമായി എത്തുന്ന സിറ്റുവേഷണൽ ഹ്യൂമർ ഇവിടെയും ഉണ്ടെങ്കിലും അതൊന്നും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഗിരീഷ് ADയുടെ ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും അഭിനയിച്ച നടനാണ് നെസ്ലൻ. അഭിനയം തുടങ്ങിയ കളരിയും ഇത് തന്നെ. അതിനാൽ തന്നെ ഏറ്റവും സ്വാഭാവികമായി ക്യാമറയ്ക്ക് മുന്നിൽ പെരുമാറുന്ന നെസ്ലനെ അയാം കാതലനിലും കാണാം. പക്ഷേ ടൈപ്പായി പോകുന്നത് ഈ നടന് ദോഷം ചെയ്യും. ദിലീഷ് പോത്തനാണ് ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രമായ പ്രൈവറ്റ് ഫിനാൻഷ്യർ ചാക്കോ പെരിയാടിനെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു നടന് അനായാസം ചെയ്യാവുന്നതാണ് ഈ വേഷം. അനിഷ്മ അനിൽ കപൂറാണ് ശില്പ എന്ന കഥാപാത്രമായി എത്തുന്നത്. ലിജോ മോൾ എത്തിക്കൽ ഹാക്കറുടെ വേഷത്തിലും എത്തുന്നുണ്ട്. വലിയ ക്യാമറ വർക്കിനൊന്നും സ്കോപ്പില്ലാത്ത ചിത്രമാണിത്. പക്ഷേ ഉള്ളത് ജോറായി എടുത്തിട്ടുണ്ട്. ഗിരീഷും നെസ്ലനും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നും ഈ ടൈപ്പ് സിനിമ പിടിച്ചാൽ പ്രേക്ഷകർക്ക് മടുക്കും. കഥയിലും പ്രമേയത്തിലും ആഖ്യാനത്തിലുമെല്ലാം വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാണ് ഒരു ചലച്ചിത്രകാരൻ്റെ ഗ്രാഫ് ഉയരുക. ഇടയ്ക്ക് ഈ ചിത്രീകരണം മുടങ്ങിപ്പോയ ഒരു ചിത്രം കൂടിയാണ്. ഇപ്പോൾ പ്രേമലുവിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം പൊടി തട്ടിയെടുത്തതാണെന്ന് കേൾക്കുന്നുമുണ്ട്. ആ ഒരു തട്ടിക്കൂട്ടിൻ്റെ ചേർച്ചക്കുറവ് ചിത്രത്തിൽ പ്രകടമാണ്.